കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവകാരുണ്യത്തിൻ്റെ ആഴം കണ്ട സങ്കീർത്തകൻ മനം പകർന്നു പാടുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവനും മനുഷ്യന്റെ ഇടർച്ചകളുടെയും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും കഥയാണ്. ഓരോ ഇടർച്ചയെയും സൗഖ്യപ്പെടുത്തി വീണ്ടും സ്നേഹത്താൽ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവകാരുണ്യം. യേശുക്രിസ്തുവിലെത്തുമ്പോൾ ആ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്നു. ഉറവയായി, അരുവിയായി, നദിയായി ഒഴുകുന്ന കാരുണ്യം യേശുവിൽ ഒരു സമുദ്രമായി മാറുന്നു. കരുണയുടെ മഹാസമുദ്രം. യേശു സിസ്റ്റർ ഫൗസ്റ്റീനായോട് പറയുന്നുണ്ട്, ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കാം. എടാ കാത്ത, ഈ ഗദരദേശത്ത് എത്ര നല്ല നദിയാണുള്ളത്. ശരിയാ, നല്ല വെള്ളമുള്ള നദി, കുളങ്ങളും കിണറുകളും ധാരാളം. ശരിയാ, ഇഷ്ടം പോലെ വെള്ളവുമുണ്ട്. എന്നിട്ടൊന്ന് കുളിച്ചൂടെ വൃത്തികെട്ടവനെ നിനക്ക്? നമ്മൾ മേയ്ക്കുന്ന പന്നികൾക്ക് നിന്നേക്കാൾ വൃത്തിയുണ്ട്. ഹോ, ഒരു വൃത്തിയുള്ള മനുഷ്യൻ ദേ നിൽക്കുന്നു. ആ ഭൂതം ബാധിച്ച റാസി ഭ്രാന്തനെ കണ്ടാൽ നിന്നേക്കാൾ ഭേദമാ. എടാ ഒന്ന് പതിയെ പറ. ആ ഭൂതം ബാധിച്ചവൻ എങ്ങാനും കേട്ടുകൊണ്ട് വന്നാൽ കരിങ്കലിന് ഇടിച്ച് നമ്മളെ കൊല്ലും. തലേം കുത്തി വാ, നീ തലേം കുത്തി വാ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് രക്ഷിക്കണമേ.
മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവനാമത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകൂ. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എന്നെ ഉപദ്രവിക്കരുതേ. നിന്റെ പേരെന്താണ്? ലഗിയോൺ. ഞങ്ങൾ അനേകരുണ്ട്. ഞങ്ങളെ ഈ ദേശം വിട്ടുപോകാൻ കൽപ്പിക്കരുതേ. ആ കാടുന്ന പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അനുവദിക്കണമേ. അപ്രകാരം ഭവിക്കട്ടെ. ദേ നമ്മുടെ പന്നികളെല്ലാം കൂട്ടത്തോടെ നദിയിൽ ചാടുന്നു. ഹേയ് ഹേയ്, പന്നികളെ നിൽക്കാവിടെ, മുകളിലോട്ട് കയറി. അയ്യോ അയ്യോ, നമ്മുടെ പന്നികൾ പോയി ചാവുന്നു. എല്ലാവരും ഓടി വരണേ. നാമാനെ, അത് നോക്ക്. അവിടെ ആ മലഞ്ചെരുവിൽ ജനക്കൂട്ടം കണ്ടില്ലേ? അത് യേശുവും ശിഷ്യന്മാരുമാണ്. ആ ശരിയാണല്ലോ. പക്ഷെ നമ്മൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? നമ്മൾ ചുങ്കക്കാർ, പാപികളുടെ ഗണത്തിൽപ്പെട്ടവർ. നാമാനെ, യേശു വാസ്തവമായും മിശിഹായാണ്. ഇസ്രായേലിൽ ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്ത വേറൊരുവനും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മറ്റു റബ്ബിമാരെയൊക്കെ പാപികളെ ആട്ടിയകറ്റുമ്പോൾ യേശു പാപികളെ സ്നേഹിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്കും ആ നന്മയുണ്ട്. കഴിഞ്ഞ ദിവസം നാം കണ്ടതല്ലേ, പത്രോസിനെ നാം വല്ലാതെ ഉപദ്രവിച്ചിട്ടും അവൻ നമ്മോട് ക്ഷമിച്ച് നമ്മെ സ്നേഹിതരാക്കിയത്. ശരിയാണ്, പത്രോസിന്റെ ആ പെരുമാറ്റം എന്നെയും വല്ലാതെ പിടിച്ചു കുലുക്കി. ദാ അവർ ഈ വഴിയാണല്ലോ വരുന്നത്. നാമാനെ, നമ്മൾ യേശുവിനെ കുറിച്ച് കേട്ടതല്ലേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് അവനെ നേരിട്ട് കാണാം. ദേ, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവണ്ട. ഒന്നാമത് ജനങ്ങൾക്ക് നമ്മെ വെറുപ്പാണ്. ഇവിടെ നമ്മൾ അപമാനിതരായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വാ, നമുക്ക് പോകാം. ഇല്ല, എനിക്ക് അവനെ കണ്ടേ തീരൂ. പക്ഷേ എനിക്ക് നീളം കുറവായതിനാൽ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെ യേശുവിനെ ഞാൻ കാണും? പിന്നെ നീ എന്തു ചെയ്യും? വഴിയുണ്ട്. ദേ, ആ കാട്ടത്തി കണ്ടില്ലേ? ഞാൻ അതിൽ കയറി ഇരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് യേശുവിനെ വ്യക്തമായി കാണാം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, ഞാൻ പോകുന്നു. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു,
ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്കാരാധന. സക്കായിയേ, വേഗം ഇറങ്ങി വരൂ. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ എന്റെ വസ്തുക്കളുടെ പകുതി ഞാൻ ദരിദ്രർക്ക് നൽകാം. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരികെ നൽകിക്കൊള്ളാം. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ രക്ഷ കൈവന്നിരിക്കുന്നു. ഈ വണ്ണം ക്ഷമിക്കുവിൻ, എപ്പോഴും നേടുവിൻ മനുഷ്യരെ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.